ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ന്യൂ ഡ്രാമയുടെ നെക്സ്റ്റ് എപ്പിസോഡുമായിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ അധികം വെയിറ്റ് ചെയ്യാണ്ട് നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോകാം. ഇപ്പോൾ ഷാവിന അമ്മയും കൂടി ചീത്ത പറയാനായിട്ട് തുടങ്ങും. ആ ടൈമിനാണ് മിങ്ങും പൂവാനയും കൂടി വീട്ടിലേക്ക് വരുന്നത്. നീ എന്തായാലും ഇവിടെ കുറച്ചു നേരം നിൽക്ക്, എന്റെ ഫാമിലി ഇഷ്യൂ അല്ലേ, അതിലേക്ക് നീ ഇടപെടണ്ട, ഞാൻ എന്താന്ന് വെച്ചാ പറഞ്ഞിട്ട് തിരിച്ചു വരാന്ന് പറഞ്ഞ് പൂവാനകത്തേക്ക് നടക്കും. ആ ടൈമിന് അമ്മയാണെങ്കിലോ ഷാവിനെ പിടിച്ചു നിർത്തി ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിന്റെ അങ്കിളല്ലേ, അങ്കിളിനെ അവിടെ ഇട്ടിട്ട് വരാമോ, അങ്ങനെയൊക്കെ ചെയ്യാമോ, അതൊന്നും കൊള്ളില്ല, നീ കുഞ്ഞുനാൾ മുതലേ തന്നെ അവിടെ നിന്നല്ലേ വളർന്നത്, അപ്പൊ അതിന്റെ നന്ദിയൊക്കെ നീ കാണിക്കണ്ടേ, നീ അവരുടെ അടുത്ത് ഇപ്പൊ തന്നെ മാപ്പ് പറയണോന്ന് പറയും. ഇതും കേട്ടുകൊണ്ടാണ് പൂവാനകത്തേക്ക് കയറി വരുന്നത്. എന്തിന് എന്റെ അനുജൻ മാപ്പ് പറയണം, വന്ന ടൈം മുതൽ ഞാൻ നോക്കുവാണ്, ഓരോ കുറ്റങ്ങളും കുറവുകളും എന്റെ അനുജന്റെ എടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. കുഞ്ഞിലെ മുതലേ എന്റെ അനുജനെ നിങ്ങൾ എടുത്ത് വളർത്തി, അതൊക്കെ ഓക്കെ, അതിനുള്ള നന്ദി ഞങ്ങൾ തിരിച്ചു ചെയ്താൽ പോരെ നീ ചോദിക്കും. ഇത് കേൾക്കുമ്പോ പൂവാനയുടെ അമ്മക്ക് ഒട്ടും ഇഷ്ടപ്പെടില്ല. അങ്ങനെ തന്നെ എല്ലാവരുടെയും മുമ്പിൽ നിന്ന് പൂവാനയുടെ അമ്മ തന്നെ സോറി പറയും. എന്തിനാ അമ്മ നിങ്ങൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്, നിങ്ങൾക്ക് എന്നെ വിശ്വാസമില്ലേ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഓ, എന്നെ ഇങ്ങനെ വിശ്വസിക്കാനാണ് നിങ്ങൾക്ക് എന്നെ വേണ്ടായിരുന്നല്ലോ, അതുകൊണ്ടല്ലേ എന്നെ കുഞ്ഞിലെ തന്നെ അവിടെ കൊണ്ടുപോയി ആക്കിയത്. ആ, എനിക്ക് മനസ്സിലായി, ഇപ്പോഴും നിങ്ങൾക്ക് എന്നെ വേണ്ട, ഞാൻ എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങി പോവാന്നും പറഞ്ഞിട്ട് ഷാവ് ഭയങ്കര ദേഷ്യത്തില് പുറത്തേക്ക് ഇറങ്ങി പോകും. ഇത് കാണുമ്പോ പൂവാനക്ക് വീണ്ടും ദേഷ്യം കയറും. വീട്ടിൽ തന്നെ ഇരിക്കുന്ന ഒരു പയ്യനാണ്, വീട്ടിൽ നിന്ന് എങ്ങോട്ടും പോയില്ല, ജോലിയും വീടും അതാണ് അവന്റെ ലോകം. അങ്ങനെയുള്ള ഒരു പയ്യൻ ദേ നിങ്ങൾ കാരണം വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിരിക്കുന്നു. ഇനി ഒരു നിമിഷം നിങ്ങൾ ഇവിടെ നിൽക്കാനായിട്ട് പാടില്ല, ഇപ്പൊ തന്നെ ഇറങ്ങണം. നിങ്ങളുടെ വീട്ടിൽ കുറച്ചു നാള് നിർത്തിയെന്ന് വെച്ച് അവൻ ചോദിക്കാനും പറയാനും ആളൊന്നും ഇല്ലാന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഓരോ കുറ്റങ്ങളൊക്കെ ചെയ്തിട്ട് എല്ലാം കൊണ്ടുപോയി അവന്റെ തലയിൽ എടുത്തിടുമോ, ഇതൊന്നും ശരിയാവില്ല. എന്തായാലും നിങ്ങൾ ഇവിടെ നിൽക്കാൻ പാടില്ല, എന്റെ ഹോട്ടലിലും നിങ്ങൾ നിൽക്കാൻ പാടില്ല, എത്രയും പെട്ടെന്ന് തന്നെ വെക്കേറ്റ് ചെയ്ത് ഇവിടെ നിന്ന് ഇറങ്ങിക്കൊള്ളണമെന്ന് പറയും. ഇത് കേൾക്കുമ്പോ പൂവാനയുടെ അമ്മക്ക് ഷോക്കാകും. ഇതൊക്കെ സത്യമാണോ എന്ന് ചോദിക്കും. സത്യമാണമ്മ, നിങ്ങൾക്ക് ഇനിയും നിങ്ങളുടെ മകനെ വിശ്വാസമായില്ലേ, ഇനിയെങ്കിലും അവനെ ഒന്ന് സ്നേഹിക്കാൻ നോക്കെന്ന് പറയും. ആ ടൈമിന് ആ അങ്കിളാണെങ്കിലോ ചാടി കഴിഞ്ഞിട്ട് പൂവാനനെ ശപിക്കാനായിട്ട് തുടങ്ങും. നീ ഒരിക്കലും നന്നാവില്ലടി, 30 വയസ്സായില്ലേ, ഇനി നിന്റെ മാരേജ് നടക്കില്ല, ഇനി എങ്ങാനും നിന്റെ മാരേജ് നടന്ന നിനക്ക് കുട്ടികൾ ഉണ്ടാവാനായിട്ടുള്ള യോഗമൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വായിൽ ശപിച്ചോണ്ടിരിക്കും. ഇത് കേട്ടുകൊണ്ടാണ് മിങ്ങകത്തേക്ക് കയറി വരുന്നത്. ഹലോ, ഇവിടെ എന്താ ശബ്ദം, ഇതേ എന്റെ പേരിലുള്ള വീടാണ്, ഇവിടെ നിന്ന് സൗണ്ട് ഒന്നും ഉണ്ടാക്കാനായിട്ട് പാടില്ല, ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിക്കൊള്ളണമെന്നും പറഞ്ഞ് എല്ലാവരും അവിടെ നിന്ന് പറഞ്ഞഴക്കും. അങ്ങനെ ഹുവാനയും മിങ്ങും കൂടി പുറത്തേക്ക് ഇറങ്ങി വരും. അപ്പൊ തന്നെ ഹുവാന, നിന്നോട് ഞാൻ പുറത്ത് തന്നെ വെയിറ്റ് ചെയ്യാനല്ലേ പറഞ്ഞത്, പിന്നെ എന്തിനാണ് അകത്തേക്ക് കയറി വന്നേന്ന് ഇങ്ങനെ ചോദിക്കും. ഷാവ് വീട്ടിൽ നിന്ന് വഴക്കിട്ട് പോകുന്നത് ഞാൻ കണ്ടു, അതുകൊണ്ടാണ് അകത്തേക്ക് കയറി വന്നത്. എന്താണ് നിന്റെ റിലേറ്റീവ്, ഇങ്ങനെയൊക്കെ പറയാമോ, അതിച്ചിരി ഓവറല്ലേ എന്ന് ഇങ്ങനെ ചോദിക്കും. എന്ത് പറയാനാണ്, റിലേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര തലവേദനയാണ്, അവരെപ്പോഴും ഞങ്ങളെ ഡൗൺ ആയിട്ടാണ് കാണുന്നത്, അതിന്റെ പ്രോബ്ലംസ് ആണ് ഇതൊക്കെ നടക്കുന്നത്. അതും പറഞ്ഞ് എല്ലാം സഹിച്ചും ക്ഷമിച്ച് പോവാനായിട്ട് പറ്റുമോ, അതുകൊണ്ടാണ് എന്റെ ക്ഷമയും കേട്ട് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞെന്ന് പറയും. എന്തായാലും അതൊക്കെ വിട്, നീ നേരെ അമ്മയുടെ അടുത്തേക്ക് ചെന്ന് അമ്മേനെ ഒന്ന് സമാധാനിപ്പിക്ക്, നീ ഒരുപാട് ചീത്തയൊക്കെ പറഞ്ഞതല്ലേ എന്ന് ചോദിക്കും. ഏയ്, അതൊന്നും കുഴപ്പമില്ല, അമ്മക്ക് ഞങ്ങളുടെ സ്നേഹത്തിനേലും അമ്മയുടെ റിലേറ്റീവ്സിന്റെ സ്നേഹമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്, അതുകൊണ്ട് ഇപ്പൊ ചെന്ന് സമാധാനിപ്പിച്ചിട്ട് കാര്യമൊന്നുമില്ല, ദേഷ്യമൊക്കെ ഒന്ന് കുറയട്ടെ. ഇപ്പൊ ഞാൻ ആദ്യം ഷാവിനെ ചെന്ന് കണ്ടുപിടിക്കണം, അവനെ പറഞ്ഞൊന്ന് സമാധാനിപ്പിച്ച് വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്ന് പറഞ്ഞ് ഹുവാനെ ഇങ്ങനെ നടക്കും. പോകുന്ന വഴിക്ക് സീക്ക് കോൾ ചെയ്ത്, എടി വീട്ടിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ ആയിട്ടുണ്ട്, അവൻ വഴക്കിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി, വീട്ടിലേക്ക് എങ്ങാനും വരുവാണെങ്കിൽ അവനെ ഒന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചേക്കണേന്ന് പറഞ്ഞ് ഫോൺ അങ്ങോട്ട് കട്ട് ചെയ്യും. ഹുവാനെ പറഞ്ഞ പോലെ തന്നെ ഷാവ് നേരെ സീയുടെ വീട്ടിലേക്കാണ് ചെല്ലുന്നത്. നിനക്കിതേ ഞാൻ കോഫി വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്, നമുക്ക് ഒരുമിച്ച് കുടിക്കാന്ന് ഭയങ്കര കാഷ്വൽ ആയിട്ട് പറയും. നീ നന്നായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, സത്യത്തില് നിനക്ക് എന്താ പ്രോബ്ലം, എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും എന്റെ അടുത്ത് തുറന്നു പറഞ്ഞൂടെ എന്ന് അപ്പൊ തന്നെ സീ ചോദിക്കും. അപ്പൊ തന്നെ ഷാവും, ഞാൻ അമ്മയുടെ കൂടെ വഴക്കിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നു, ഇനി ഞാൻ തിരിച്ചു പോവില്ല എന്ന് പറയും. ഓ, സാറ് കുഞ്ഞു കുട്ടിയാണല്ലോ, അതുകൊണ്ടാണ് അമ്മയുടെ കൂടെ വീട്ടിൽ നിന്ന് വഴക്കിട്ട് ഇറങ്ങി പോകുന്നത്, ഇത്രയും വളർന്ന് വലുതായില്ലേ, ഇനിയെങ്കിലും മെച്ചൂർഡ് ആയിട്ട് ബിഹേവ് ചെയ്തൂടെ എന്ന് ചോദിച്ച് സീ ഷാവിനെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിച്ചോണ്ടിരിക്കും. ഇപ്പൊ ഹുവാന നേരെ ഹോട്ടലിലേക്ക് ചെല്ലും. അവര് വെക്കേറ്റ് ചെയ്ത് പോയോന്ന് അറിയാനായിട്ട് റൂമിലേക്ക് ചെന്ന് നോക്കും. അവരവിടെ നിന്ന് വെക്കേറ്റ് ചെയ്ത് പോയിട്ടുണ്ട്, പക്ഷെ റൂമാണെങ്കിലോ ഭയങ്കര നാശമാക്കി ഇട്ടിട്ടാണ് പോയിട്ടുള്ളത്. അങ്ങനെ 2 പെൺകുട്ടികൾ അവിടെ നിന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. അതെന്ത് പയ്യനാണ്, കുട്ടിച്ചാതനായിരിക്കും, റൂം കാണിച്ചു വെച്ചിരിക്കുന്ന കോലം കണ്ടില്ലേ, ഇത് ക്ലീൻ ചെയ്ത് വരുമ്പോഴേക്കും നടുവൊടിഞ്ഞു പോകുമെന്നും പറഞ്ഞ് പൊലമ്പിക്കൊണ്ടാണ് അവര് ക്ലീൻ ചെയ്യുന്നത്. ഇത് കേൾക്കുമ്പോ തന്നെ ഹുവാനയും, നിങ്ങളെ ഞാനും കൂടി ഹെൽപ്പ് ചെയ്യാം, നമുക്ക് 3 പേർക്കും കൂടി ഇത് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാലോ, ഇതിന് ശേഷം നിങ്ങൾ എന്തായാലും നൈറ്റ് ഷിഫ്റ്റ് നോക്കണ്ട, നിങ്ങൾ ലീവ് എടുത്ത് പോയിക്കോ, നിങ്ങൾക്ക് ചെറിയൊരു ബോണസും കൂടി ഞാൻ തന്നേക്കാന്ന് പറയും. ഇത് കേൾക്കുമ്പോ ആ പെൺകുട്ടികൾക്കും ഹാപ്പി ആകും. അങ്ങനെ 3 പേരും കൂടി ഒരു കണക്കിന് ആ റൂം മൊത്തം ക്ലീൻ ചെയ്യും. എല്ലാവർക്കും കഴിഞ്ഞ് ഹുവാന പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും മിങ് അങ്ങോട്ടേക്ക് വരും. എത്ര നേരമാണ് ഞാൻ
ഞാൻ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. അകത്ത് നീ എന്തെടുക്കുമായിരുന്നു എന്ന് ഇങ്ങനെ ചോദിക്കും. ഒന്നും പുറത്ത് കാണിക്കാണ്ട് കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു എന്നറിയും. അങ്ങനെയാണെങ്കിൽ വാ നമുക്ക് വീട്ടിലേക്ക് പോവാന്ന് പറയും. അപ്പൊ തന്നെ ഹുവാന ഒരു ബിസ്ക്കറ്റ് പാക്കറ്റ് എടുത്ത് മിങ്ങിന്റെ കയ്യിലേക്ക് കൊടുത്ത്, ഞാൻ എന്തായാലും ഇപ്പോ അമ്മേനെ വന്ന് മീറ്റ് ചെയ്യുന്നില്ല, അതിന് എനിക്ക് എന്തോ താല്പര്യമില്ല, നമുക്ക് രണ്ടുപേർക്കും കൂടി പുറത്തേക്ക് പോയാലോ എന്നും ചോദിച്ച് രണ്ടുപേരും കൂടി നേരെ ഒരു സ്പായിലേക്ക് ചെല്ലും. ഫിഷിനെ കൊണ്ട് പെഡിക്യൂർ ചെയ്യിപ്പിക്കില്ലേ, അതിന് വേണ്ടിയിട്ട് ഇരിക്കുവാണ്. പക്ഷേ മിങ്ങിനാണെങ്കിലോ ആ ഫിഷിനെയൊക്കെ കണ്ടിട്ട് കാലതിലേക്ക് ഇടാനായിട്ട് പറ്റുന്നില്ല, വല്ലാണ്ട് പേടിച്ചിരിക്കും. അപ്പൊ തന്നെ ഹുവാന അടുത്തേക്ക് വന്ന്, ചെറിയൊരു മീനിനെ കണ്ടിട്ടാണോ നീ ഇത്രക്കും പേടിക്കുന്നത്? അതിന്റെ ആവശ്യം വല്ലതും ഉണ്ടോ? നമ്മൾ ഫിഷൊക്കെ ഈസി ആയിട്ട് കഴിക്കുന്നതല്ലേ, അപ്പൊ പിന്നെ പേടിക്കുന്നത് എന്തിനാണെന്ന് ഞാൻ ചോദിക്കും. ഫിഷിനെ നമ്മൾ കഴിക്കും, പക്ഷെ ഫിഷ് ഇപ്പോ നമ്മളെ കഴിക്കാൻ പോവല്ലേ, അപ്പൊ പിന്നെ ഞാനിങ്ങനെ അറിഞ്ഞുകൊണ്ട് കാലതിലേക്ക് ഇടുമെന്ന് ഇങ്ങനെ ചോദിക്കും. അയ്യേ നാണം ഉണ്ടോന്നും ചോദിച്ച് ഹുവാന അങ്ങനെ തന്നെ ആ ഒരു ബോട്ടിലേക്ക് ഇറങ്ങി, ഇത് കണ്ടോ ഞാൻ ഇവിടെ നിന്ന് ഡാൻസ് ബോളും കളിക്കുമെന്ന് പറഞ്ഞ് തുള്ളിയൊക്കെ കാണിച്ചു കൊടുക്കും. ഹുവാന ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോഴാണ് ഷാവിനും കുറച്ച് ധൈര്യമൊക്കെ വരുന്നത്. അങ്ങനെ ഷാവും പയ്യെ കാലൊക്കെ വെള്ളത്തിലേക്ക് ഇടും. അങ്ങനെ രണ്ടുപേരും കൂടി എൻജോയ് ചെയ്തുകൊണ്ടിരിക്കും. അതേ ടൈം ഹുവാനയുടെ അമ്മയാണെങ്കിലോ ഹുവാന വന്നില്ലല്ലോ എന്നും പറഞ്ഞ് വല്ലാത്ത സങ്കടത്തിലിരിക്കുവാണ്. ആ ടൈമിന് അച്ഛൻ ഇറങ്ങി വന്ന്, ഹുവാന ഇന്ന് ഇങ്ങോട്ട് വരില്ല എന്നാ പറഞ്ഞത്, അവൾ ഏത് ഫ്രണ്ടിന്റെ വീട്ടില് സ്റ്റേ ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞു എന്നറിയും. ഏത് ഫ്രണ്ടിന്റെ വീട്ടിലാണ് അവള് സ്റ്റേ ചെയ്യാൻ പോകുന്നത്, അവൾക്ക് എന്ത് ധൈര്യം ഇരിക്കുന്നതെന്നും പറഞ്ഞിട്ട് അമ്മ ഭയങ്കരമായിട്ട് ഒച്ച വെക്കും. ദേ നീ അവളുടെ പാട്ടിന് വിട്, അവൾ അഡൽട്ടായി, ഇനിയും അവളുടെ പുറകെ നടക്കേണ്ട ആവശ്യമൊന്നുമില്ല, അവൾക്ക് അവളെ തന്നെ നോക്കാൻ അറിയാം, ഇനി നീ അവളെ കുറിച്ച് ആലോചിച്ച് സങ്കടപ്പെട്ടോണ്ടിരിക്കണ്ട, വാ നമുക്ക് പോയി കിടക്കാന്ന് പറഞ്ഞ് നിർബന്ധിച്ച് അമ്മേനെയും കൂട്ടി റൂമിലേക്ക് പോകും. അങ്ങനെ നെക്സ്റ്റ് ഡേ മിങ് ഹുവാന കൊടുത്ത ആ ഒരു ബിസ്ക്കറ്റ് ബോക്സ് ഓപ്പൺ ചെയ്ത് അതും നോക്കി നിൽക്കുവാണ്. ആ ടൈമിന് ഈ അകത്തേക്ക് കയറി വരും. അതിൽ നിന്ന് ഒരു ബിസ്ക്കറ്റ് എടുക്കാനും നോക്കും. അപ്പൊ തന്നെ മിങ് കൈയൊക്കെ തട്ടിവിട്ട്, നീ എന്തായി കാണിക്കുന്നത്, ഇതിൽ നിന്ന് ഒരു പീസ് പോലും നിനക്ക് തരില്ല, ഈ ഒരു ബിസ്ക്കറ്റ് ഷിംഗ്ലി ഹോട്ടലിന്റെ ഓണർ എനിക്ക് വേണ്ടി സ്വന്തം കൈ കൊണ്ട് ഉണ്ടാക്കി തന്നതാണ്, അതുകൊണ്ട് ഇതിൽ നിന്ന് ഒരു പീസ് പോലും നിനക്ക് കിട്ടുമെന്ന് നീ ഓർക്കണ്ടെന്ന് പറയും. പ്ലീസ് മിങ് ഒരു പീസ് ഇതാന്ന് പറഞ്ഞ് ഈ ഭയങ്കരമായിട്ട് കെഞ്ചിക്കൊണ്ടിരിക്കും. ഇല്ല പോടാന്ന് പറഞ്ഞ് മിങ്ങാണെങ്കിൽ ഹീയുടെ കൈ തട്ടി വിട്ടോണ്ടിരിക്കും. ആ ടൈമിനാണ് ഷാന മാഡത്തിന്റെ അടുത്ത് നിന്നും മിങ്ങിന് കോള് വരുന്നത്. ആ കോള് ഹീ അറ്റൻഡ് ചെയ്ത്, അയ്യോ മാഡം ഇപ്പോ മിങ്ങില്ലല്ലോ, മിങ് ഒരു മീറ്റിങ്ങിന് പോയേക്കുവാണ്, ഫോൺ പോലും എനിക്ക് അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കാനായിട്ട് പറ്റില്ല എന്ന് പറയും. എനിക്ക് മനസ്സിലായി, അവനിപ്പോ എന്നെ അവോയ്ഡ് ചെയ്തോണ്ടിരിക്കുവാണ്, ഇങ്ങനെ പോയാൽ ശരിയാവില്ല, എനിക്കിപ്പൊ തന്നെ അവന്റെ അടുത്ത് സംസാരിച്ചേ പറ്റുള്ളൂ എന്ന് ഭയങ്കര ദേഷ്യത്തിൽ പറയും. ഇത് കേൾക്കുമ്പോ തന്നെ മിങ് ഫോൺ വാങ്ങി, എന്താ മാഡം നിങ്ങൾക്ക് എന്താ പറ്റിയത്, നിങ്ങൾ എന്റെ ഹെഡ് ഒന്നും അല്ലല്ലോ, അതുകൊണ്ട് തന്നെ നടക്കുന്ന കാര്യങ്ങളെല്ലാം എനിക്ക് നിങ്ങളുടെ അടുത്ത് വിളിച്ചു പറയേണ്ട ആവശ്യമൊന്നും ഇല്ല എന്ന് പറയും. ഓ കാര്യങ്ങളൊക്കെ അപ്പോ അവിടം വരെയായോ, നീ അപ്പോ പിരിച്ചു കണ്ടോണ്ടിരിക്കുവാണോ, ഹെഡായാൽ മാത്രമേ നീ എന്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും വിളിച്ചു പറയുള്ളൂ എന്ന് ഇങ്ങനെ ചോദിക്കും. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, എന്റെ ഇഷ്ടത്തിന് ഞാൻ ചെയ്തോളാന്നും പറഞ്ഞ് അപ്പൊ തന്നെ മിങ് കോൾ അങ്ങോട്ട് കട്ട് ചെയ്യും. അപ്പൊ തന്നെ ഹീയും, ഒരു മാസമല്ലേ നിങ്ങൾക്ക് ഷിംഗ്ലി ഹോട്ടലിൽ കൈപ്പറ്റാനായിട്ട് ടൈമുള്ളൂ, അത് കഴിയുമ്പോ എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ചോദിക്കും. ഒരു മാസം ഉള്ളതല്ലേ, എന്തായാലും അത് കഴിയട്ടെ, നീ എന്തായാലും ഇപ്പൊ ഇവിടെ നിന്ന് പോ, എന്റെ ബിസ്ക്കറ്റ് ഞാൻ തരില്ല എന്ന് പറഞ്ഞ് ഹീന അവിടെ നിന്ന് ഓടിച്ചു വിടും. അതേ ടൈം ഹുവാനയുടെ അമ്മയാണെങ്കിലും ഭയങ്കര ഹാപ്പി ആയിട്ട് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഫോൺ എടുത്തിട്ട്, എന്റെ രണ്ട് മക്കള് വീട്ടിലേക്ക് വരണം, ഞാൻ ഒരുപാട് നിങ്ങൾക്ക് വേണ്ടി കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, അമ്മയുടെ സ്പെഷ്യൽ ഐറ്റംസ് എല്ലാം ഉണ്ട്, നിങ്ങൾ വർക്ക് കഴിഞ്ഞാൽ ഉടനെ തന്നെ വീട്ടിലേക്ക് വരണമെന്നും പറഞ്ഞ് ഒരു വോയിസ് മെസ്സേജ് ഒക്കെ അയക്കും. പക്ഷെ രണ്ടുപേരും അമ്മക്ക് റിപ്ലൈ ഒന്നും കൊടുക്കുന്നില്ല. ഇത് കാണുമ്പോൾ പുള്ളിക്കാരിക്ക് വല്ലാത്തൊരു സങ്കടമൊക്കെ ആകും. അതേ ടൈം ഹുവാനയും ധോനിയും കൂടി ബിസിനസിന്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് നടന്നു വരും. ആ ടൈമിന് കുറച്ച് പൂവുമായിട്ട് ഒരു പെൺകുട്ടി ഇവരുടെ ഫ്രണ്ടിലേക്ക് വന്ന് നിൽക്കും. ചേട്ടന്റെ ഗേൾഫ്രണ്ടിന് ഒരു പൂ വാങ്ങി കൊടുത്തൂടെ എന്ന് ചോദിക്കും. അപ്പൊ തന്നെ ഹുവാന, അയ്യോ മോളെ ഇതെന്റെ ബോയ് ഫ്രണ്ട് ഒന്നും അല്ല, എന്നാലും നിന്റെ കയ്യിൽ നിന്ന് ഞാൻ പൂ വാങ്ങാന്നും പറഞ്ഞ് വാങ്ങാനായിട്ട് പോകും. അപ്പൊ തന്നെ മിങ് അവിടെ വന്ന് നിന്ന്, എന്തിനാണ് ഞാനുള്ളപ്പോ നീ പൂ വാങ്ങുന്നത്, ഞാൻ വാങ്ങിച്ചു തരാന്നും പറഞ്ഞ് ആ കുട്ടിയുടെ കയ്യിലുള്ള എല്ലാ പൂവും വാങ്ങി ഹുവാനയുടെ കയ്യിലേക്ക് കൊടുക്കും. ഇതൊക്കെ കണ്ട് ധോണിയാണെങ്കിലും എന്താ ഇവിടെ നടക്കുന്നതെന്നുള്ള റിയാക്ഷൻ കിട്ടിയിരിക്കുവാണ്. അപ്പൊ തന്നെ മിങ്ങും ഹുവാനേനെ അടുത്തേക്ക് ചേർത്ത് നിർത്തി, എന്റെ പേര് മിങ്, ഞാൻ ഹുവാനയുടെ ബോയ് ഫ്രണ്ട് ആണെന്നും പറഞ്ഞ് വോളണ്ടിയർ ആയിട്ട് ഇവൻ തന്നെ ഇൻട്രൊഡ്യൂസ് ആകും. അപ്പൊ തന്നെ ധോനി ഹുവാനേനെ ഒന്ന് നോക്കും. സോറി, അന്ന് പരിചയപ്പെടുത്താനായിട്ട് ഞാൻ വിട്ടുപോയി, അന്ന് വലിയ ഇഷ്യൂ നടക്കുവായിരുന്നില്ലേ, എന്തായാലും ഞാൻ തന്നെ പരിചയപ്പെടുത്തി തരാം, ഇതാണ് മിങ്, എന്റെ ബോയ് ഫ്രണ്ടാന്ന് പറയും. ആ അന്ന് കണ്ടപ്പോഴേ എനിക്ക് എന്തോ ഒരു ഡൗട്ട് തോന്നിയതാണ്, എന്തായാലും നിങ്ങൾ സൂപ്പർ ജോഡിയാണ്, നിങ്ങൾ എൻജോയ് ചെയ്യുന്നു പറഞ്ഞ് ധോനി അവിടെ നിന്ന് അങ്ങോട്ട് പോകും. അപ്പൊ തന്നെ ഹുവാന, ആർക്കോ ഇവിടെ വയറെരിയുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ടല്ലോ എന്ന് ഇങ്ങനെ ചോദിക്കും. ആ എനിക്ക് വയറെരിയുന്നുണ്ട്, ഞാനല്ലേ നിന്റെ ബോയ് ഫ്രണ്ട്, എനിക്കാണെങ്കിലും നിന്റെ അടുത്തേക്ക് പോലും വരാൻ പറ്റുന്നില്ല, അവൻ നിന്റെ അടുത്തേക്ക് വന്നിരുന്ന് ഡീലിംഗ് ഒക്കെ ഇട്ടോണ്ടിരിക്കുവല്ലേ, അപ്പൊ പിന്നെ എനിക്ക് വയറെരിയില്ലേന്ന് ഞാൻ ചോദിക്കും. ആ മനസ്സിലായി, വാ നമുക്ക് ഒരുമിച്ച് ഫുഡ് കഴിക്കാന്നും പറഞ്ഞ് രണ്ടുപേരും കൂടി അങ്ങനെ ഹോട്ടലിലേക്ക് നടന്നു പോകും.
അതേ ടൈം ഹുവാനയുടെ അമ്മ ഒരുപാട് ഫുഡൊക്കെ ഉണ്ടാക്കി ഡൈനിങ് ടേബിളിൽ നിരത്തി വെച്ചേക്കുവാണ്. ഒരുപാട് നേരമായിട്ടുണ്ട്. ഇത്ര നേരമായിട്ട് രണ്ടുപേരും വീട്ടിലേക്ക് വന്നിട്ടില്ല. ഫുഡൊക്കെ ആറാനും തുടങ്ങും. ആ ടൈമിന് അച്ഛൻ അടുത്ത് വന്നിരിക്കും. എന്താണിത്, നീ ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ട് ഏകദേശം 3 മണിക്കൂറായി, എന്നിട്ടും മക്കള് വന്നില്ലല്ലോ. എന്നാ ഞാൻ കഴിക്കാന്ന് വെച്ചാ അതിനും നീ സമ്മതിക്കില്ല. അങ്ങനെയാണെങ്കിൽ നിനക്കൊന്ന് അവരെ വിളിച്ചു നോക്കിക്കൂടെ എന്ന് ഇങ്ങനെ ചോദിക്കും. ഞാൻ അവർക്ക് നേരത്തെ തന്നെ വോയിസ് മെസ്സേജ് അയച്ചു. അവര് ആ മെസ്സേജ് കണ്ടിട്ട് പോലും എനിക്ക് റിപ്ലൈ ഒന്നും തന്നില്ല എന്ന് ഭയങ്കര സങ്കടത്തിൽ പറയും. ഇത് കേൾക്കുമ്പോൾ ഹുവാനയുടെ അച്ഛനും വല്ലാത്തൊരു സങ്കടമൊക്കെ ആവും. അപ്പൊ തന്നെ അമ്മയും എനിക്ക് നീ ഫുഡൊന്നും വേണ്ട, വിശക്കുന്നില്ല, ഞാനൊന്ന് കിടക്കട്ടെ എന്നും പറഞ്ഞ് ഭയങ്കര സങ്കടത്തിൽ എഴുന്നേറ്റ് നടന്നു പോകും. അതേ ടൈം ഹുവാനയും മിങ്ങും ഷാവും ഇപ്പോ സീയുടെ വീട്ടിലാണുള്ളത്. അങ്ങനെ ഇവരെല്ലാവരും കൂടി സംസാരിച്ചോണ്ടിരിക്കുമ്പോ മിങ്ങാണെങ്കിലും ഞങ്ങൾ രണ്ടുപേരും ഇപ്പോ ഡേറ്റ് ചെയ്യുവാണെന്ന് പറയും. ഓ, അങ്ങനെ നീ എന്റെ ഹുവാനെ കറക്കിയെടുത്തല്ലേ, എന്തായാലും നന്നായി എന്നും പറഞ്ഞിട്ട് സിയും ഒന്ന് കളിയാക്കിക്കൊണ്ടിരിക്കും. അപ്പൊ തന്നെ മിങ്ങും, അല്ല നിങ്ങൾ രണ്ടുപേരും ഇപ്പോ ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുവല്ലേ, എന്തുകൊണ്ട് ഞങ്ങളുടെ അടുത്ത് തുറന്നു പറഞ്ഞില്ല എന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പൊ തന്നെ ഹുവാനയും, എനിക്കിതൊക്കെ നേരത്തെ തന്നെ അറിയാമായിരുന്നു, പിന്നെ എത്ര ദൂരം പോകുമെന്ന് അറിയാനായിട്ട് വെയിറ്റ് ചെയ്ത് നിന്നതാണ്. എന്തായാലും കൊള്ളാം, അല്ല എന്തുകൊണ്ടാണ് എന്റെ അടുത്ത് തുറന്നു പറയാണ്ടിരുന്നത്, എനിക്കിതൊന്നും അറിയേണ്ടെന്ന് ഇങ്ങനെ ചോദിക്കും. സോറി ചേച്ചി, ചേച്ചി ഈ കാര്യം പറഞ്ഞാൽ എന്നെ വഴക്ക് പറയുമെന്ന് വിചാരിച്ചു, അതുകൊണ്ടാണ് ഞാൻ തുറന്നു പറയാണ്ടിരുന്നേന്ന് പറയും. എന്തിനു ഞാൻ നിന്നെ വഴക്ക് പറയണം, ഒന്നെന്റെ അനുജനും ഒന്നെന്റെ ബെസ്റ്റ് ഫ്രണ്ടും, നിങ്ങൾ തമ്മിൽ ഒരുമിക്കുന്നതില് എനിക്കൊരു പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ അമ്മക്ക് ചിലപ്പോ ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും, വയസ്സായി വരുവല്ലേ, നമുക്കതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാന്ന് പറയും. എന്നാ ശരി, നിങ്ങളെല്ലാരും സംസാരിച്ചിരിക്കും, ഞാൻ വീട്ടിലേക്ക് പോവാന്നും പറഞ്ഞിട്ട് മിങ്ങ് മാത്രം നേരെ വീട്ടിലേക്ക് വരും. അപ്പോഴും ഹുവാനയുടെ അമ്മ ഹുവാനയൊക്കെ വരുന്നതും വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. മോനെ, നീ ഹുവാനെ കണ്ടോ, അവൾക്ക് വേണ്ടി ഞാൻ ഒരുപാട് ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചു, ഇപ്പോ അതെല്ലാം എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചേക്കുവാണ്. നീ നാളെ ഓഫീസിലേക്ക് പോകുമ്പോ ഞാൻ ആ ഫുഡൊക്കെ ചൂടാക്കി തരട്ടെ, അവൾക്ക് ഒന്ന് കൊണ്ടുപോയി കൊടുക്കുമോ എന്ന് ഇങ്ങനെ ചോദിക്കും. ആന്റി, അത് ഹുവാനയുടെ സാധാരണ ഓഫീസല്ല, ഒരു യുദ്ധക്കളം പോലെയാണ്, അത്രയ്ക്കും പ്രഷർ അവൾക്ക് അവിടെയുണ്ട്. അതിനിടയിൽ ആന്റി ഇങ്ങനെ ഫുഡൊക്കെ കൊണ്ടുപോയി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, അതൊന്നും ശരിയാവില്ല എന്ന് പറയും. എന്താ മോനെ നീയും കൂടി ഇങ്ങനെയൊക്കെ പറയുന്നത്, നീയും ഇപ്പൊ മാറി തുടങ്ങിയല്ലേ എന്നും പറഞ്ഞ് അമ്മ വല്ലാത്ത സങ്കടത്തിലിരിക്കും. അങ്ങനെ നെക്സ്റ്റ് ഡേ ഹുവാന സിയുന ഇന്റർവ്യൂവിനായിട്ട് വിളിക്കും. നിങ്ങൾക്ക് ഇവിടെ മാർക്കറ്റിംഗ് മാനേജർ വേണമെന്ന് പറഞ്ഞല്ലേ എന്നെ വിളിച്ചത്, ആ ഒരു ജോബില് ഞാൻ പുലിയായിരിക്കും, എനിക്കിതൊക്കെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ അറിയാം, നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ എന്റെ പ്രൊഫൈൽ എടുത്ത് നോക്കിക്കോളാനായിട്ട് പറയും. അങ്ങനെ ഹുവാനയും എല്ലാം ചെക്ക് ചെയ്തിട്ട്, എന്തായാലും മാർക്കറ്റിംഗ് മാനേജർ ആവാനായിട്ട് നീ ഫുൾ ക്വാളിഫൈഡ് ആണ്, എന്തായാലും നിന്നെ ഞാൻ ഇവിടെ അപ്പോയിന്റ് ചെയ്യുവാന്നും പറഞ്ഞിട്ട് സിയുന അവിടെ അപ്പോയിന്റ് ചെയ്യും. അങ്ങനെ നെക്സ്റ്റ് ഡേ ഹുവാന എല്ലാ സ്റ്റാഫിനെയും വിളിച്ചു വരുത്തി ഓരോ കാര്യങ്ങളൊക്കെ പറയാനായിട്ട് തുടങ്ങും. അതിലാണെങ്കിലോ ഹുവാനെ ഇഷ്ടമില്ലാത്ത 2-3 സ്റ്റാഫ്സ് ഒക്കെ ഉണ്ട്. അവരാണെങ്കിലോ ഹുവാന പറയുന്നതൊന്നും കേൾക്കാനേ നിൽക്കുന്നില്ല. ഞങ്ങൾക്ക് ഇതൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് കേൾക്കുമ്പോൾ ഹുവാനക്കും ദേഷ്യം കയറി ഒരുപാട് ചീത്തയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ആ ടൈമിനാണ് ഹുവാനയുടെ അമ്മയും ഫുഡെല്ലാം ചൂടാക്കി അതൊക്കെ എടുത്തുകൊണ്ട് ആ വഴി വരുന്നത്. അപ്പൊ തന്നെ സിയു വന്ന് സ്റ്റോപ്പ് ചെയ്യും. അമ്മ, ഇപ്പൊ അകത്തേക്ക് പോകണ്ട, ഹുവാന ഇപ്പോ മീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുവാണ്, അങ്ങോട്ടേക്ക് ചെന്ന് ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല എന്ന് പറയും. അതൊന്നും കുഴപ്പമൊന്നുമില്ല, എന്റെ മോക്ക് വേണ്ടി ഞാൻ ഫുഡ് കൊണ്ടുവന്നതല്ലേ, അത് കൊടുത്തിട്ട് ഇപ്പൊ തന്നെ പോയി കൊള്ളാന്നും പറഞ്ഞിട്ട് പുള്ളിക്കാരി നേരെ അകത്തേക്ക് കയറി ചെല്ലും. ആ ടൈമിന് ഹുവാനയാണെങ്കിലോ, ഇത് നിങ്ങളുടെ അടുത്ത് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നതല്ല, നിങ്ങളുടെ ഫോണിലേക്ക് ഞാൻ ഒരുപാട് റൂൾസ് ഒക്കെ ഇട്ടിട്ടുണ്ട്, ഇതിന് പ്രകാരം മാത്രമേ നിങ്ങൾ ഇനി മുന്നോട്ട് പോവാൻ പാടുള്ളൂ, ഇതെന്റെ അധികാരത്തിന്റെ പുറത്താണ് പറയുന്നതെന്നും പറഞ്ഞ് ഭയങ്കര ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട് സംസാരിച്ചോണ്ടിരിക്കും. അതിനിടയിൽ അമ്മയാണെങ്കിലോ ഫുഡൊക്കെ എടുത്ത് കാണിച്ച് ദേ മോൾക്ക് ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ആക്ഷനൊക്കെ കാണിച്ചുകൊണ്ടിരിക്കും. മീറ്റിംഗിന്റെ പ്രഷർ കാരണം ഹുവാനയാണെങ്കിലോ അമ്മേനെ മൈൻഡ് ചെയ്യുന്നില്ല. പക്ഷെ ഇത് ഹുവാനനെ ഇഷ്ടമില്ലാത്ത ആ പയ്യൻ കാണും. ഞങ്ങൾ ഇവിടെയൊക്കെ ഭക്ഷണം പോലും കഴിക്കാണ്ട് ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ്, നിങ്ങൾക്ക് ഇതേ ഫുഡൊക്കെ പുറത്തുനിന്ന് കൊണ്ടുവരുന്നു, ഇത് എന്ത് ജന്മോന്നൊക്കെ പറഞ്ഞിട്ട് ഹുവാനനെ ഇരുന്ന് ചീത്ത പറയാനായിട്ട് തുടങ്ങും. എന്തായാലും ഇതോടുകൂടി തന്നെ ഇന്നത്തെ എപ്പിസോഡും കൂടി ഇവിടെ അവസാനിക്കുകയാണ്. നെക്സ്റ്റ് എപ്പിസോഡുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ പുതിയ കൂട്ടുകാരെങ്കിലും നമ്മുടെ ഈ ചാനൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. കൂടെ തന്നെ വീഡിയോക്ക് ഒരു ലൈക്കും വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റിലൂടെയും അറിയിച്ച് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡുമായിട്ട് വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.